പരിസ്ഥിതി ദിനാഘോഷത്തെ ചൊല്ലി സർക്കാർ ഗവർണർ പോര്. രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ നിന്ന് കൃഷിവകുപ്പ് പിന്മാറി. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും വേണമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. സംഭവത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ രാജ്ഭവൻ രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി എങ്ങനെ വേണമെന്ന് രാജ്ഭവനാണ് തീരുമാനിക്കുന്നത് എന്നിപ്പോൾ വ്യക്തമാക്കുന്നു. സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രം മാറ്റാൻ കഴിയില്ല എന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. രാജ്ഭവൻ RSS ആസ്ഥാനമാക്കാൻ പാടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ, ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? ഒരു പ്രശ്നമില്ല. ഈ CPM എന്തെങ്കിലും പറഞ്ഞോ? ഒരു കുഴപ്പമില്ല അവർക്ക്. ഷഫീദ് റാവത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലി തർക്കം മൂർച്ഛിക്കുന്ന സർക്കാരും രാജ്ഭവനും തമ്മിൽ വിവരങ്ങൾ. ഷഫീദ്, ഉന്മേശ്വർ, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിന പരിപാടി, അതൊരു അവരുടെ പ്രത്യേക പരിപാടിയായിരുന്നു. അത് രാജ്ഭവനിൽ വെച്ച് നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ അവസാന നിമിഷം ആ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റേണ്ടി വന്നതാണ് ഇപ്പോൾ വിവാദമായത്. അതായത് ഈ ഗവർണറുടെ പ്രത്യേകമായ സ്ഥലത്ത്, രാജ്ഭവനിലെ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് ഈ ഭാരതമാതാവിന്റെ ചിത്രം, അതിൽ തിരിതെളിച്ച് വേണം ഈ പരിപാടി തുടങ്ങാൻ എന്നുള്ളതായിരുന്നു രാജ്ഭവൻ പിന്നീട് കൃഷിവകുപ്പിന് നൽകിയ അറിയിപ്പ്. എന്നാൽ ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരും വകുപ്പും ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ചിത്രത്തിന് മുൻപിൽ, ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് ആ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്താൻ കഴിയില്ല, അങ്ങനെ സർക്കാർ പരിപാടി നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ആകട്ടെ ആ പരിപാടി അവസാന നിമിഷം ദർബാർ ഹാളിലേക്ക്, സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നടന്ന വിഷയം. ഇതിന് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിത്രം പ്രചരിച്ചാൽ, സംസ്ഥാന സർക്കാരിന്റെ പരിപാടി ആ രീതിയിൽ നടത്തി എന്നുള്ളൊരു ചിത്രം പ്രചരിപ്പിച്ചാൽ രാഷ്ട്രീയമായി തന്നെ അതിന് ചെറിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഈ പരിപാടിക്ക് ശേഷം കൃഷി മന്ത്രിയെ പി പ്രസാദ് അദ്ദേഹം പറഞ്ഞ കാര്യം, സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമല്ല രാജ്ഭവനിലുള്ളത്, RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ഭരണഘടനാ പദവിയുള്ള ഒരിടത്ത് സർക്കാരിന്റെ പരിപാടി അങ്ങനെ നടത്തുന്നത് ഭരണഘടനാപരമായി ശരിയല്ല. RSS മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമാണ് രാജ്ഭവനിൽ ഉണ്ടായിരുന്നത്. അതിൽ പുഷ്പാർച്ചന നടത്തണമെന്നതിനോട് സർക്കാരിന് യോജിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ടാണ് സർക്കാരിന്റെ പരിപാടി മാറ്റി നടത്തിയത് എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയത്. രാജ്ഭവനാകട്ടെ കഴിഞ്ഞ കുറെ കാലമായി അവിടെ ഇരിക്കുന്ന ചിത്രമാണ്. രാജ്ഭവനിൽ എന്ത് നടത്തണം, ആ പ്രോട്ടോകോൾ എങ്ങനെയെന്നുള്ളത് രാജ്ഭവനാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള നിലപാടിലുമാണ്. രാജ്ഭവന്റെ ഔദ്യോഗിക വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ വെച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ പ്രഭാഷണ പരിപാടിയിൽ RSSന് സൈദ്ധാന്തികൻ പങ്കെടുത്തതിന്റെ മുഖ്യമന്ത്രി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി വീണ്ടും സർക്കാർ ഗവർണർ പോര് സീസൺ 2 സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷ. ഇപ്പോൾ ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ താൽക്കാലിക നിയമനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ നേരത്തെ എന്ത് നിലപാടാണോ ചാൻസലർ സ്വീകരിച്ചത് അതേ സമീപനം തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിന്റെ തുടർ അനുരണനങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ ഷഫീദ്? ഉന്മേഷ, അതിനു മുൻപ് ഒരു അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ ചൊടിപ്പിച്ചത്, സർക്കാരിന് അതൃപ്തി ഉണ്ടാക്കിയത് അത് ഈ RSS സൈദ്ധാന്തികൻ രാജ്ഭവനിൽ വന്ന് പങ്കെടുത്ത പരിപാടിയുടെ ഒരു പ്രഭാഷണം നടത്താൻ അയാൾക്ക് അവസരം കൊടുത്തു. അത് ഭരണഘടനാപരമായി ശരിയല്ല എന്നുള്ള നിലപാട് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഈ ചിത്രത്തിന്മേലുള്ള പിടിവാശി, അത് രാജ്ഭവനും സർക്കാരിനും ഒരേ പിടിവാശി എന്ന രീതിയിലേക്കൊക്കെ ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചത് തെറ്റായ സന്ദേശം കൊടുക്കും എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ വിഷയത്തിൽ ഇടപെട്ടു. കാരണം മുഖ്യമന്ത്രി തന്നെ കൃഷി വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് അങ്ങനെയാണെങ്കിൽ ആ പരിപാടി അവിടെ നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗമായി തന്നെ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ
വിഷയം. ഏതായാലും ഈ വിഷയത്തിൽ ഒരു പക്ഷേ ശരി. ആരിഫ് മുഹമ്മദ് ഖാനോട് സർക്കാർ കാണിച്ച നിലപാടിന്റെ അത്രയും കടുത്ത തീവ്രതയുള്ള നിലപാട് കാണിച്ചില്ലെങ്കിൽ കൂടി നിലവിൽ ഇപ്പോൾ സർക്കാരും ഗവർണറും രണ്ട് തട്ടിലാണ് എന്ന് വേണം തന്നെ പറയാൻ. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.